ഹായ്, ഞാൻ മോളമ്മയാണ്. ഈ ഷുഗർ ബാറിൽ നിന്നും നമുക്ക് റവയും മാങ്ങയും ഉപയോഗിച്ച് ഒരു കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. അതിനെ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക്, ഡ്രൈ ആയ ബൗളിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം. അതിനുശേഷം അതേ പൗഡറിലേക്ക് തന്നെ, അതായത് ആ റവയുടെ പൊടിയിലേക്ക് തന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് വീണ്ടും പൊടിച്ചെടുക്കാം. നല്ല പൗഡർ ഫോമിൽ കിട്ടണം കേട്ടോ, നല്ല ഒരു തരിയുമില്ലാതെ കിട്ടണം. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. മിക്സിയുടെ വലിയ ജാറില്ലേ, അത് വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 4 കോഴിമുട്ടകൾ ഇടാം. മിക്സിയുടെ ജാറിൽ വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തിയതുപോലെ തന്നെ കോഴിമുട്ടകൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാണോ എന്ന് നോക്കുകയും വേണം. അതിനുശേഷം 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറ് 1 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം. നല്ല പതഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടോ. അതിലേക്ക് കുറച്ച് വാനിലയുടെ എസൻസ് ആഡ് ചെയ്യാം. ഈ സ്ഥാനത്ത് മാംഗോയുടെ എസൻസ് ഉണ്ടെങ്കിലും ആഡ് ചെയ്യാമേ. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഗീയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അതായത് പപ്പാതി എടുക്കണം. 1/4 ഗീ എടുത്തെങ്കിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കാം. അതും കൂടെ ഈ മുട്ടയുടെ കൂട്ടിലേക്കിട്ട് 30 സെക്കൻഡ് ലോ സ്പീഡിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം നമ്മളുടെ പൊടിയൊക്കെ ഉണ്ടല്ലോ, പൊടിയുടെ ആ ബാറ്ററിലേക്ക്, ആ മിക്സിലേക്ക് ഇതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് 2 മണിക്കൂറിലേക്ക് സോക്ക് ആകാനായി മാറ്റി വയ്ക്കാം. ഈ നേരത്ത് നമുക്ക് മാങ്ങയുടെ പൾപ്പ് ഉണ്ടാക്കാം. ഒരു 2 മാങ്ങയാണ് എടുത്തത്, അതായത് 1 കപ്പ് മാംഗോ ജ്യൂസ് നമുക്ക് കിട്ടണം. അങ്ങനെ മാങ്ങയുടെ പൂളിയ കഷ്ണങ്ങൾ 1 കപ്പ് എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് അരച്ചെടുക്കാവുന്നതാണ്. മാങ്ങായ്ക്ക് മധുരം കുറവുള്ളതാണോ കൂടുതലുള്ളതാണോ? 8 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ മാങ്ങ അരച്ചത്. പക്ഷേ പോരായിരുന്നു, വീണ്ടും പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വന്നു. അരച്ച പൾപ്പിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒരു ഫ്രൈങ് പാനിലേക്കിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ആറിയതിന് ശേഷം അതിൽ നിന്നും 1/2 കപ്പ് പൾപ്പ് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്ലഫി ആക്കി എടുക്കണമല്ലോ. അതിനായിട്ട് 1 ടീസ്പൂൺ വിനിഗറിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേയിലേക്ക് പകർത്തിയതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ മേളിലിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് ബേക്കായി കിട്ടും കേട്ടോ. ഞാൻ ഓവനെ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തായിരുന്നു. 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ബേക്കായി കിട്ടിയിട്ടുണ്ട്. ചൂടോടെ തന്നെ ഞാൻ മറിച്ചിട്ട് ബട്ടർ പേപ്പറിനെ മാറ്റിയിട്ടുണ്ട്. ഇനിയും തിരിച്ച് അതേ പാനിലേക്ക് തന്നെ കേക്കിനെ ഇട്ടിട്ട് ഒരു നൈഫോ ഫോർക്കോ ഉപയോഗിച്ച് കേക്കിൽ ഹോൾസ് ഉണ്ടാക്കാം. ഹോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ ജ്യൂസാക്കി തിളപ്പിച്ച് വെച്ച ഇത് മാംഗോയുടെ സിറപ്പുണ്ടല്ലോ, അത് നല്ല റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ കേക്കിന് മുകളിലേക്ക് മുഴുവനായിട്ടും സിറപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് മാറ്റി വെച്ചാൽ ഗാർണിഷിങ്ങിന് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നാളെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥ രുചി. പക്ഷേ പിള്ളേർ നോക്കി നിൽക്കുകയില്ല. കണ്ട സമയം കൊണ്ട് തന്നെ മുറിക്കണമെന്ന് വാശി പിടിച്ചു. ഞാൻ ചൂടൊന്നാറിയ ശേഷം മുറിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയ മെനക്കേടുകളൊന്നുമില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു രസമാണിത് കഴിക്കാൻ. ഇത് കേക്കാണെന്ന് ചോദിച്ചാൽ കേക്കാണ്. എന്നാൽ ഈ സിറപ്പിനകത്ത് സോക്കായി കിട്ടുന്നത് കൊണ്ട് ഒരു വേറൊരു ഫീലാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു ഒന്ന് തണുപ്പിച്ചിട്ടൂടെ കഴിക്കാമെങ്കിൽ ഒന്നുകൂടെ രസമായിരിക്കും. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക. താങ്ക് യു. സൂപ്പർ.